ചക്കപ്പഴംപൊരി ഇതാക്കാൻ പോയി വേണോട്ട് എടുക്കാനായിട്ട്. എന്നാലും നല്ലൊരു ഇത് കിട്ടുള്ളൂ. കുറച്ച് നീളവും വീതിയൊക്കെ വേണ്ടത്. എന്നാലും ആ പഴംപൊരി കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. 250 ഗ്രാം മൈദ ഇട്ടാ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണേ. പഞ്ചസാര ചെയ്യാനാണ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണുണ്ട്. ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ലേശം കളർ ചേഞ്ച് ആവാനായിട്ട് വെച്ച് കൊടുക്കുക. വെള്ളം കുറേശ്ശെ ഇട്ടിട്ട്, വെള്ളം അധികം കൂടിപ്പോവരുത്, പഴംപൊരി കൊളാവും. കുറേശ്ശെ ഇട്ട് കുഴച്ച് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഇട്ട് കൊടുത്തിട്ട് കുഴയ്ക്കുക. വെള്ളം അധികം ആവരുത്, ചക്കപ്പഴംപൊരി കൊളാവും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറച്ചിതാവും. പിന്നെ നമ്മൾ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി പോരെങ്കിൽ കുറച്ചുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇടണം ഡൈയിലേക്ക്. നന്നായിട്ട് കുഴച്ചിട്ടു. ഇത് ഈ പരുവത്തിൽ വേണം ചെയ്യാൻ കേട്ടോ. ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ വല്ലാണ്ട് വെള്ളം ആവരുത്, വല്ലാണ്ട് കട്ടിയുമാവരുത്. ഇതേപോലെ ആയിരിക്കണം ബാറ്റർ തയ്യാറാക്കുന്നത്. കത്തിക്കണുണ്ട്. കാറ്റുകൊണ്ടൊന്നും തീ പിടിക്കണില്ല, ചൂട്ടിനൊന്നും തീ പിടിക്കണില്ല. ഇവിടെ ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റായതുകൊണ്ടേ തീ പിടിക്കാനൊക്കെ ഭയങ്കര പാടാ. ചൂട്ട് വെച്ചിട്ടാ കത്തിക്കുന്നത്. വെച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലേ ടേസ്റ്റ് കൂടുതലുണ്ടാവും. മാവിലേക്ക് മുക്കിയിട്ട് ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ട. നന്നായിട്ട് മാവ് ഇതുമ്പോൾ പിടിക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. ഇത് അതിൻ്റെ മാവുകളൊക്കെ ഈ ചക്കയിൽ നിന്ന് ഇളകിപ്പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ച് കൊടുക്കാം. നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. കണ്ടോ ചക്കപ്പഴംപൊരി ഉണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്.
ചക്കപ്പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.